ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓലക്കാൽ വെച്ചിട്ടൊരു കണ്ണടയാണ്. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ വാങ്ങിച്ചുണ്ടാക്കാൻ ഓലയുടെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ മേടിൽ കൂടെ ചെറിയത് കാണുമല്ലോ, ഗ്യാപ്പ്, അതിൻ്റെ കൂടെ വീണ്ടും ഓലക്കാൽ ഇങ്ങനെ കയറ്റുക. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചെടുക്കുക. നല്ല ഇതാണ്. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണും, അതിനകത്തോടെ ഓലക്കാൽ കയറ്റുക. പിന്നെ നോക്കിയിട്ട് അടുത്ത സൈഡിലൂടെ ഇങ്ങനെ വെക്കുക. അതാണ് നിങ്ങളുടെ കണ്ണടയുടെ ഫ്രെയിം റെഡി ആയി കഴിഞ്ഞു. അതിനെ നമുക്ക് അതിൻ്റെ സൈഡിൽ കൊടുക്കേണ്ടതാണ്. അതിനായിട്ട് നമുക്കൊരു മറ്റേ ഇത് തന്നെ വേണം, ഈർക്കിലി വേണം. ഈർക്കിലി എടുത്ത് രണ്ടും ഒരേ ഷേപ്പ് എങ്ങനെ പിടിക്കാൻ നോക്കുക കേട്ടോ. ഒരേ സൈസിലാക്കാൻ നോക്കുക. അതെ, ഒരേ സൈസ് ഒരേപോലെ ആയിക്കഴിഞ്ഞു ഇങ്ങനെ ഒടിക്കുക. ഒടിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ സൈഡിലായിട്ട് കുത്തി കൊടുക്കുക. സൈഡിലായിട്ട് അതെ, ഇങ്ങനെ ഒരു സൈഡിൽ കുത്തി അടുത്തതും നോക്കിയിട്ട് കുത്തി നോക്കൂ. എപ്പോൾ ഒരു അടിപൊളി കണ്ണടയായി കഴിഞ്ഞു. ഇനി പ്രിയപ്പെട്ട കുട്ടികൾക്കെല്ലാം എടുത്ത് കണ്ണട വെച്ച് നോക്കുക. നമുക്ക് നമ്മളെ പാവം വെച്ച് കൊടുക്കും. എൻ്റെ ഫ്ലവർ വൈസിന് വെച്ച് കൊടുത്തു. കറക്റ്റ് മാച്ചായിരുന്നു കേട്ടോ. രണ്ട് കണ്ണടകൾ റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാച്ച് നിങ്ങളുടെ മോഡൽ, നിങ്ങളുടെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് വാച്ച്. നല്ല സ്റ്റൈലുള്ള വാച്ചാണ്. നമുക്ക് ഇതുപോലൊരു വാച്ച് ഉണ്ടാക്കാം. ആദ്യം പോലെ കലയെടുക്കുക. എൻ്റെ സൈഡ് ഇങ്ങനെ അതിൽ ജസ്റ്റ് ഒന്ന് കരുതും കീറിയത്. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ വെച്ച് ക്രോസ് ചെയ്ത് വെക്കുക. എൻ്റെ സൈഡിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു, കുഴപ്പമില്ല, വെച്ചു. അത് കഴിഞ്ഞ് അത് മറ്റേത് അതേ സെയിം പ്രോസസ് തന്നെ, നമ്മുടെ കണ്ണട ഉണ്ടാക്കിയ സെയിം പ്രോസസ് തന്നെ. എടുത്ത് പിടിക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങളുടെ കൈയുടെ സൈസിനനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ കൈയുടെ ഷേപ്പിന് സ്ഥലം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് നോക്കാം കേട്ടോ. എൻ്റെ കൈയുടെ ഷേപ്പ് ഇങ്ങനെ വന്നു വലിക്കുക. എക്സസ് വരുന്ന ഭാഗം കീറി കൊടുക്കുക. ജസ്റ്റ് കീറി കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയാകും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റൈലിനൊരു മോതിരം ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കുക. സ്റ്റൈലിൽ അടിപൊളിയല്ലേ, കണ്ടു നോക്കും. ഇതേപോലെ ഒരു റിങ്ങും ഉണ്ടാക്കാം. അതിന് പഴയ വാച്ചുണ്ടാക്കി അതേ സെയിം പ്രോസസ് തന്നെ, ഇതേ സംഭവം തന്നെയാണ്. ഇതേപോലെ തന്നെ മടക്കിയെടുക്കുക, വയ്ക്കുക, അത് ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ കൈയുടെ ഷേപ്പിനനുസരിച്ചിട്ട് അതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കും. ഇതാ ഞാൻ എൻ്റെ മോതിര വിരലൊന്നും ഇട്ടുന്നത്, കുഞ്ഞു വിരൽ ഇട്ടുന്നതാണ്. സൈഡ് വിരലിട്ട് നോക്കുകയാണ്. അതെ, കണ്ട അടിപൊളിയായിട്ട് അതെ മോതിരമായി കിട്ടി. ഇനി അതുപോലെ മറ്റേ മോതിരം നല്ല സ്റ്റൈലില്ലേ, അതേപോലെ കുറേ മോതിരം ഉണ്ടാക്കി എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കാൻ നിങ്ങൾക്കിരിക്കില്ല. ബൈ, അടുത്തൊരു എപ്പിസോഡ് കാണാം. ബൈ.